നമസ്കാരം. പ്രിയപ്പെട്ട അമ്മമാരെ, പെങ്ങന്മാരെ, അച്ഛന്മാരെ, ആങ്ങളമാരെ, യുവ മിഥുനങ്ങളെ, SSO രംഗവേദി അഭിമാനപുരസരം കാഴ്ചവെക്കുന്ന നാടകമായ ഓണപ്പാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടകത്തിനിടെ പൊന്നാട, ജണ്ട്, റീത്ത്, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി ഞങ്ങളെ കലാകാരന്മാരെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കല്ലേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്കുമായി എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികമല്ല, മറിച്ച് മനഃപൂർവ്വമാണ്. ഒരു പ്രത്യേക ഈ നാടകത്തിൽ സബ് ടൈറ്റിൽ ഉണ്ടാകുന്നതല്ല. ആയതിനാൽ മനസ്സിലാകാത്തവർ അടുത്തുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുവാൻ അപേക്ഷിക്കുന്നു. അടുത്ത ഒരു വെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നത്. സൂര്യോദയം പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. പകലകം പൊരുളിന്റെ ശ്രീരാജധാനി ചായ വരുന്നു. ചായ വരുന്നു. ചായ. ഭർത്താവായി പോയി, ഇല്ലെങ്കിൽ ഇങ്ങോരെ ഞാൻ പണ്ടേ വിഷം കൊടുത്തു പോന്നേനെ. ഇതാ നിങ്ങളുടെ ചായ. നിങ്ങൾ എന്താ ഈ ചെയ്യണേ? കണ്ടുകൂടെ, ഞാൻ മനസമാധാനമായിട്ട് ഇവിടുന്ന് പത്രം വായിക്കുമല്ലേ. ഓ, ഈ പത്രമൊക്കെ വായിച്ചിട്ട് എന്ത് കിട്ടാനാ? ആ ടെലിഗ്രാം എടുത്ത് നോക്ക്, അതിലല്ലേ നല്ല ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഒക്കെ ഉള്ളത്. അത് ശരിയാണല്ലോ, ടെലിഗ്രാം ഒന്ന് നോക്കട്ടെ. നീ ഇത് കണ്ടോ? ഇവിടെ SSOയിൽ സേതുരാമയ്യർ CBI വരുന്നുണ്ടെന്ന്. ആണോ? എന്തിനാ? അത് കോർട്ട്യാർഡില് പട്ടിക്കാട്ടം കിട്ടിയില്ലേ, അതിന്റെ ഓണറെ കണ്ടുപിടിക്കാനാണ്. ഡമ്മി ടു ഡമ്മി ഒക്കെ ചെയ്യുമെന്നാ പറയുന്നത്. ആഹാ, അത് നല്ലതാ, നമുക്കും പോകാം. ഇതുണ്ടോ ഈ ശശി തരൂർ ഇംഗ്ലീഷിൽ ഇങ്ങനെ കുറെ മെസ്സേജ് ഇടുന്നത് ആരാ? അത് നമ്മുടെ ആ ടവറിലെ അയാളായിരിക്കും. ആർക്കും ഒന്നും മനസ്സിലാവേണ്ടെന്ന് വിചാരിച്ച് പുള്ളി എഴുതി കൂട്ടുന്നതാ. ഓ, മനസ്സിലായി. എന്നാ പിന്നെ ഞാനും ഒരു ലൈക്ക് ഇടാം. നീ എന്തിനാ ലൈക്ക് ഇടുന്നേ? നമ്മള് മോശക്കാരല്ലാന്ന് എല്ലാവരും അറിയട്ടെ. ഓ, ഇതാരേ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ ഓടണേ? അത് നമ്മുടെ SSO റണ്ണേഴ്സ് ക്ലബിലെ ആൾക്കാരല്ലേ. അല്ല, നിങ്ങൾ എന്തിനാ അവിടെ ചേർന്നത്? ഓടുന്നവരുടെ എണ്ണ എടുക്കാനാണോ? അത് പിന്നെ നീ രാവിലെ തന്നെ ഇങ്ങനെ കുറ്റം പറയാതെ. ദേ, അവിടെ ലോഫിംഗ് ക്ലബ്ബുകാർ പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിലെങ്കിലും പോയി ചേർന്നൂടെ? നിന്റെ ഒക്കെ തമാശക്ക് ചിരിക്കണമെങ്കിൽ അവിടെ പോയി ചിരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇതെന്താ SSO മലയാളി ഗ്രൂപ്പ് പതിവില്ലാതെ ആക്റ്റീവ് ആയല്ലോ. അതറിഞ്ഞില്ലേ? ഫഹദും കല്യാണിയും ഷൂട്ടിങ്ങിന് വരുന്നുണ്ട്. എല്ലാ ഫാമിലിയും വോട്ട് ചെയ്യുന്നുണ്ട്. എന്നാ നമുക്കും വോട്ട് ചെയ്താലോ? ചെയ്യാം. ഇപ്പൊ തന്നെ ഇടാം, നീയും ഇട്ടോ. നീ എന്തെങ്കിലും കേട്ടോ? ഇല്ല. എന്തെങ്കിലും ആട്ടെ. അതെ, അവർക്ക് 2 വീട് വേണമെന്നാണല്ലോ പറയുന്നത്. ഒരെണ്ണം നമ്മുടെ വീടം കൊടുത്താലോ? അപ്പൊ നമ്മൾ എവിടെ താമസിക്കും? നമുക്ക് വല്ല വാടകയ്ക്കും പോയി താമസിക്കാന്നേ. എന്നാലും ഒരു വീടും കൂടെ വേണ്ടേ? അത് നമ്മുടെ അമ്പാനോട് ചോദിക്കാം. എന്നാ വിളിക്ക്. ഇപ്പൊ തന്നെ വിളിക്കാം. ഹലോ അമ്പാനെ. സ്പീക്കറിലിട്. ഹലോ എടാ. ഹലോ. ഫഹദും കല്യാണിയും ഇവിടെ നമ്മുടെ SSOയിൽ ഷൂട്ടിങ്ങിന് വരുന്നുണ്ട്. അതിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത്.
അവർക്ക് 2 വീട് വേണമെന്നാണ് പറയുന്നത്. ഒരു വീട് ഞങ്ങളുടെ കൊടുക്കാമെന്ന് ആലോചിക്കുന്നു, മറ്റേത് നിന്റെ വീട് കൊടുത്താലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളോട് കൂടെ ഒന്ന് ചോദിക്കണം. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ. മനസ്സിലായി. പിന്നെ നാളെ ഓണത്തിന്റെ മീറ്റിംഗ് ഉണ്ട് 3:30 വരില്ലേ? പിന്നെ തീർച്ചയായിട്ടും വരാം. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ. SSOയിൽ ഇതാ മറ്റൊരു ഓണക്കാലം വന്നെത്തിയിരിക്കുന്നു. കോർ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആൾക്കാരുടെ തിക്കും തിരക്കും. ചാരന്മാരും ചാരത്തികളുമെല്ലാം കൂടി 100-ലധികം ആൾക്കാർ ഇതാ കോർ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ കോർ കമ്മിറ്റിയുടെ അടുത്ത മീറ്റിംഗ് ഇതാ ആരംഭിക്കുകയായി. ആസ് യൂഷ്വൽ ആരും വന്നിട്ടില്ല. 3:30 മീറ്റിംഗും വെക്കും, ആരും വരില്ല. നല്ല അറ്റൻഡൻസ് ആണല്ലോ. കോർ ഗ്രൂപ്പിന്റെ കോർ ആള് മാത്രം വന്നിട്ടുണ്ട്. ഹലോ, കഴിഞ്ഞ ഓണത്തിന് കണ്ടതാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണല്ലോ കാണുന്നത്. സുഖം തന്നെയല്ലേ? ഒരു മെസ്സേജ് ഇടാം ഗ്രൂപ്പില്. വേണ്ട, നമുക്കൊരു സെൽഫി എടുത്തിടാം. ഞാൻ ലേറ്റ് അല്ലല്ലോ അല്ലേ? ഒട്ടുമല്ല. ഈ പ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കണം. അതെ, നമുക്ക് ലൈവ് മ്യൂസിക്, പുലികളി, വെടിക്കെട്ട്, കളരിപ്പേട്ട്, ചാക്യാർ കൂത്ത് എല്ലാം വേണം. ആന എന്തായാലും വേണം. അതെ, പൊങ്കലിന് കാളയാണെങ്കിൽ ഓണത്തിന് ആന തന്നെ വേണം, അല്ലേ? ആനയെ കൊണ്ട് പനിനീർ തെളിപ്പിച്ചാലോ? എന്നിട്ട് വേണം ടൈൽസ് പൊട്ടി അലൈൻമെന്റ് പോയി എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് വരാൻ. അത്രയ്ക്ക് വെറൈറ്റി ഒന്നും വേണ്ട. ഇനാഗുറേഷന് സുരേഷ് ഗോപിനെ തന്നെ കൊണ്ടുവരണം. അതിന് ബഡ്ജറ്റ് ഇല്ല. ഫ്രീ ആയി വരുമെങ്കിൽ ഓക്കെ. സുരേഷ് ഗോപിനെ ഞാൻ കൊണ്ടുവന്നോളാം. കൊണ്ടുവന്നാ മതി. നല്ലൊരു വെടിക്കെട്ട് എന്തായാലും വേണം. 90 dB കുറവ് സൗണ്ട് ആണെങ്കിൽ വെടിക്കെട്ട് നടത്താം. എങ്കിൽ പിന്നെ പൊട്ടാസ് പൊട്ടിച്ചാ പോരല്ലേ? അതല്ലേ നല്ലത്. നമുക്ക് ഫണ്ട് എത്രയുണ്ട്? അതൊന്നും പേടിക്കണ്ട, ഫണ്ട് വരുമെന്നാ ബോബി പറഞ്ഞേക്കാം. എന്നാ പുലിക്കളിക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ പുലിയെ ഇറക്കാം. ഐഡിയ കൊള്ളാം. പക്ഷെ അവര് അതേ വേഷത്തിൽ തന്നെ തിരിച്ചും പോണം. അതെന്താ? ഇവിടെ പെയിന്റ് എഴുതാൻ പറ്റത്തില്ല. അല്ല, ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട, നമുക്ക് എല്ലാം റെഡിയാക്കാം. അപ്പൊ പുലികളി, മാവേലി, ചെണ്ട ബാൻഡ്, സദ്യ എല്ലാം ഫിക്സ്. ബുക്കിംഗ് വേഗം അങ്ങോട്ട് തുടങ്ങാം. എന്നാ പിന്നെ ബുക്ക് ചെയ്യട്ടെ? ദിവസങ്ങളും ആഴ്ചകളും നീണ്ട ഒരുക്കങ്ങൾക്ക് ശേഷം ആ സുദിനം ഇതാ വന്നെത്തിയിരിക്കുന്നു. ഓണപ്പാച്ചിൽ ടീമിനോടൊപ്പം നമുക്കും ഈ ആഘോഷത്തിൽ പങ്കുചേരാം. ഈ ഓണം SSOയിൽ തന്നെ. മറുനാട്ടിൽ ഓണം എങ്ങനെയാ ആഘോഷിക്കുന്നതെന്നറിയാലോ. നോം മാവേലി. മാവേലി? കോൻ മാവേലി? കോൻ മാവേലി അല്ല, ഞാൻ മാവേലി. किधर जाना है? अप्रूवल चाहिए? വത്സ, നീ എന്തായി പറയുന്നത്? माई गेट अप्रूवल. फ्लैट नंबर बताइए. മൈ ഗേറ്റ്? മൈ കേരള. മാവേലി മാവേലി. क्या? दिमाग मत खराब करो. फ्लैट नंबर बोलो. ഈ മറുതെ ഞാൻ എന്തു പറഞ്ഞ് മനസ്സിലാക്കും? ഓണം 10 ദിവസം ചോറ് കഴിക്കാൻ. चोर है तू? ചോർ. चोर चोर. ഇതല്ല, ചോർ. ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ മാവേലി. रुको रुको रुको. അതല്ലേ മാവേലി? മാവേലി തമ്പുരാൻ, നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കണേ? അവിടെ പ്രൊസഷൻ തുടങ്ങാറായി, വേഗം വാ. ये हमारा आदमी है, सिक्योरिटी.
ഇതെന്താ താടി വെച്ച മാവേലിയോ? അത് പിന്നെ പാതാളത്തിലെ ബാർബർ നിപ്പ വന്ന് മരിച്ചതുകൊണ്ട് ഷേവ് ചെയ്യാൻ പറ്റിയില്ല. അതെ അതെ, മറ്റവനെവിടെ? ആര്? വാമനനോ? അല്ല, മറ്റേ പുലി. 2 പുലി ഇല്ലെങ്കിൽ ഇവര് കാശ് തരില്ലല്ലോ. എനിക്കറിയില്ല. ആ വേഗാവട്ടെ, ഇനോഗ്രേഷന് സമയായി. അതെ, ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോ എന്താ പ്രശ്നം? സുരേഷ് ഗോപി വരത്തില്ല. ഒയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കണ്ട, ഞാൻ മോഹൻലാലിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ അത് മതി. എന്നാ പിന്നെ ഞാൻ വേഗം അനൗൺസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ആരവം 2024 ഓണാഘോഷ പരിപാടി ഇതാ തുടങ്ങുവാൻ പോകുന്നു. നമ്മളെല്ലാം കാത്തിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലേട്ടൻ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്കിനി ലാലേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Please welcome your star, the living legend, the complete actor, Mohanlal. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതെ, മോഹൻലാല് ഗംഭീരണ്ട്. എന്നാലും ഇത് എങ്ങനെ ഒപ്പിച്ചു? ഒരു കുപ്പിയും ബിരിയാണിയും അതിലൊതുക്കി. മറുനാടാണെങ്കിലും ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. നല്ലത്. മോളെ, എങ്ങനെയാണ് ഇവിടുത്തെ ഓണാഘോഷങ്ങൾ? ഓ യാ, ഓണം is a 2-day program. എല്ലാവർക്കും പറ്റുന്ന സാറ്റർഡേ സൺഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ കൾച്ചറൽസ് ആണ്, സെക്കൻഡ് ഡേ ഗെയിംസും സദ്യയാണ്. പക്ഷേ ഈ പ്രാവശ്യം ആദ്യം വടംവലിയാ, അതും ഫേസ് 1ഉം ഫേസ് 2ഉം തമ്മിൽ. നിങ്ങൾ റെഡിയല്ലേ? അയ്യോ, വടംവലി തുടങ്ങാറായി. ഞാൻ പോവാണേ. ഓക്കെ, ബൈ. ഹലോ ചെക്ക്. ഹലോ, ഒരറിയിപ്പുണ്ട്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഈ വർഷത്തെ വടംവലി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ യോദ്ധാക്കളും ഇവിടെ ഉടൻ തന്നെ എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. വടം എവിടെ? ഇതാ ഇതെന്താ അത്? വടം കിട്ടിയില്ല. തൽക്കാലം ഈ മുണ്ട് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. മാവേലി, ഒന്ന് ഇവിടെ നടുക്ക് വന്നിക്കോ. ഒരു ഡെഫറി ആവുന്നേ. പണവും ബടാപവും നമുക്കുണ്ടിനാ. സൈറ്റുണ്ടല്ലോ, സൈറ്റിൽ പണയുണ്ടല്ലോ. അയ്യോ ചേട്ടാ, മേ ലേറ്റ് ആയോ ക്യാ? वो होसारुड जंक्शनिल बहुत ट्राफिक ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോ തന്നെ മാവേലി ബൻകെ അബ്ബി ആത്താ ഹൂം. റെഡി ആയിട്ട് ഇപ്പോ തന്നെ. താനാരാ? मैं നിങ്ങൾ ബുക്ക് ചെയ്ത മാവേലി ഹൂം.
ഇവിടെ വന്നതിലും നിങ്ങളെയൊക്കെ കണ്ടതിലും വലിയ സന്തോഷം. ആരോം 2024 എന്റെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി അടുത്ത വർഷം കാണാം. നമ്മളെ കണ്ടുള്ളൂ, നമ്മൾ മാത്രമേ കണ്ടുള്ളൂ.